കുറെ ആള് ചിരിക്കുന്നുണ്ട്, കുറെ ആള് കരയുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. എന്റെ സ്വന്തം അനിയത്തി അബുദാബിയിലേക്ക് പോന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പടി കൂടാൻ വേണ്ടിട്ട് ആളില്ലാണ്ടായി. എന്താ ചെയ്യാ, ഒന്നിച്ചുണ്ടാകുമ്പോ കീരിമ്പാമ്പാണെങ്കിലും ഇവർക്ക് രണ്ടാക്കും വിട്ടു നിൽക്കാൻ പറ്റൂല. അങ്ങനെയാണ്. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാനുണ്ടെന്ന് അതിന് മുമ്പിൽ കയറി നിന്നിട്ടുണ്ട് നമ്മൾ ദുവാ. അങ്ങനെ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി. ലഗേജ് ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് 1000 രൂപ സർവീസ് ചാർജ് വേണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഒറ്റക്കന്നെ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് ഓളങ്ങനെ ഉള്ളിലേക്ക് പോയി. ദുവാബി ആണെങ്കിൽ അടുത്തുള്ള ആൾക്കാരോടെല്ലാം ടാറ്റ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഏടെ കണ്ടാലും ആരെ കണ്ടാലും ഓക്ക് ടാറ്റ കൊടുക്കണം. അതാന്നോളത്. പുരയിന്ന് ഇറങ്ങുമ്പോൾ പൈക്കാൻ തുടങ്ങിയതാണ്. കണ്ണൂർ എത്തിയിട്ട് തിരിച്ചിട്ട് വരുന്ന സമയത്ത് പയ്യന്നൂർ സൗദി ഷവായി തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പളക്കാണും കൂട്ടുക്കത്തെ തിരക്കും. ഒരു മൊബൈൽ കവറിന് വേണ്ടിയിട്ട് രണ്ടാളും അപ്പുറത്തിപ്പുറത്തുനിന്ന് യുദ്ധം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാളും വിട്ടുകൊടുക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. ഗുണ്ടദുവാവും അതുപോലെ ലിയാപ്പും ഉണ്ട് കേട്ടോ. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഇത്രയും ഹോട്ടൽ ഉണ്ടായിട്ടും സൗദി ഷവായി തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ റൈസും ഇവിടുത്തെ ചിക്കനും എല്ലാം കിടിലനാണ്. മെയിനായിട്ട് ഇപ്പം വന്നത് നമ്മളെ ഹണി വിങ്സ്, അത് അടിപൊളി ഐറ്റാണ്. അതുപോലെ ഈ സാലഡും കിടിലനാണ് കേട്ടോ. ചോറ് ബെയിച്ച പോലെ ഇരിക്കും. അതിൻ്റെ മയനൂസും ചട്നിയും ചിക്കനെല്ലാം കൂട്ടിയിട്ട് അടിച്ച സംഭവം കിടുക്കാച്ചിയാണ്. ഞാൻ സൗദി ഷവായിൻ്റെ ബിഗ് ഫാനാണ്. കാരണം എനിക്ക് ഇവിടുത്തെ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റൊട്ടി തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ സെപ്പറേറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഇവരൊരു എനർജി ബൂസ്റ്റർ ഉണ്ട് കേട്ടോ. അതും കൂടി കുടിച്ചെങ്കിൽ സംഭവം സെറ്റാണ്. ചിക്കൻ ഒന്ന് പോരായിട്ട് ഞാൻ ഒന്നും കൂടെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു ടാറ്റ ബൈ ബൈ പറഞ്ഞു.